തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും തെലുങ്കിലും ഒക്കെ ആയിട്ട് ഒരുപാട് സിനിമകൾ ഓഗസ്റ്റ് മാസത്തിൽ റിലീസ് ഉണ്ട്. ഈ സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിൽ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഇങ്ങനെയൊക്കെ ഒരു പടം റിലീസ് ഉണ്ടോ എന്ന് പോലും ചോദിക്കുന്ന പടങ്ങളും ഉണ്ടാവും. ഫസ്റ്റ് നമുക്ക് മലയാളത്തിൽ തന്നെ തുടങ്ങാം. മോളിവുഡിലേക്ക് പോകുന്ന സമയത്ത് ഓഗസ്റ്റ് 9-ാം തീയതിയാണ് ഫസ്റ്റ് പടം വരുന്നത്. താനാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഷൈൻ ടോം ചാക്കോ, അജു വർഗീസ് എന്നൊരു കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന പടമാണ് താനാര. റാഫി എഴുതി ഹരിദാസ് സംവിധാനം ചെയ്യുന്നു. ഒരു കോമഡി എന്റർടൈനർ എന്നുള്ള രീതിയിലായിരിക്കും ആ ഒരു പടത്തിന്റെ റിലീസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് തന്നെയായിരിക്കും കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷെ മലയാളത്തിൽ പടങ്ങൾ ബോംബിട്ട് പൊട്ടിക്കുന്നതിൽ ഒരു ക്ഷാമം ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 2-3 മാസമായിട്ട്. അതിനിടയ്ക്ക് ഇത് മുങ്ങിപ്പോകുന്നുള്ളത് അറിയാം. ചിലപ്പം എനിക്ക് തോന്നുന്നില്ല ഒരു മീഡിയോക്കർ സബ്ജക്ട് തന്നെ ആയിരിക്കില്ല. അതിനപ്പുറത്തേക്ക് വലിയ രീതിയിൽ പ്രതീക്ഷ അർപ്പിക്കാനുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്തായാലും ഒരു എന്റർടൈനർ സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. താനാര ഓഗസ്റ്റ് 9-നാണ് റിലീസ്. അതിനുശേഷം കുറച്ചും കൂടി എക്സ്പെക്ടേഷൻസിൽ നിൽക്കുന്ന വേറൊരു പടം ഓഗസ്റ്റ് 15-ന് റിലീസ് ഉണ്ട്. അതാണ് ബേസിൽ ജോസഫും അതുപോലെ തന്നെ ഗ്രേസ് ആന്റണി നായകന്മാരായിട്ട് വരുന്ന നുണക്കുഴി. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ വരുന്ന പടമാണ്. ഒരുപാട് ത്രില്ലർ എടുത്തെടുത്ത് പുള്ളി പഴയ ട്രാക്കിലേക്ക്, കോമഡി ട്രാക്കിലേക്ക് മാറ്റാൻ പോകുന്ന ഒരു പടം അല്ലെങ്കിൽ മാറാൻ പോകുന്ന ഒരു പടമാണെന്നാണ് നുണക്കിഴിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സംഭവം. പുള്ളി കോമഡി പടങ്ങൾ നല്ല രീതിയിൽ മേക്ക് എടുക്കുന്ന ഒരു സംവിധായകൻ തന്നെയാണ്. പക്ഷേ അങ്ങനെ കൈ പൊള്ളിയിട്ടുള്ള ഒരുപാട് സിനിമകൾ ഇതിനു മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. കാളിദാസ് ജയറാമിനൊക്കെ നായികയായിട്ടൊരു പടം വന്നിരുന്നോടെ, അതിന്റെ പേരൊക്കെ മറന്നുപോയി. അപർണ ബാലമുരളിയും അവരൊക്കെ അവർ ഒരുമിച്ചിട്ടുണ്ടായിരുന്ന പടമായിരുന്നു. പിന്നെ ബേസിൽ നായകനായിട്ട് വരുന്ന സമയത്ത് നമുക്കറിയാലോ, ഇപ്പം പുള്ളി ഒരു ജനപ്രിയ നായകൻ എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, അത്തരത്തിലുള്ള ഒരു ബാനർ തന്നെ പുള്ളിക്ക് കിട്ടുന്നുള്ള ഉറപ്പാണ്. അപ്പം മിനിമം ഒരു ഗ്യാരണ്ടി ബേസിലിന്റെ സിനിമകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അത് കുടുംബ പ്രേക്ഷകരായാലും സാധാരണക്കാരായാലും പണ്ട് ദിലീപിന്റെ സിനിമകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ബേസിലിന്റെ ഒരു പടത്തിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു എക്സ്പെക്ടേഷൻസ് കൂടി വരുന്ന സിനിമയാണ് നുണക്കുഴി എന്ന് പറയുന്നത്. ഓഗസ്റ്റ് 15-നാണ് റിലീസ്. അയ്യോ, 15-ാം തീയതി എത്ര പടങ്ങളുടെ ഓരോ ഭാഷയിൽ നിന്നും കിടലം പോലത്തെ പടങ്ങൾ ഓഗസ്റ്റ് 15 റിലീസ് ഉണ്ട്. അതൊക്കെ നമുക്ക് പറയാം. 15-ാം തീയതി തന്നെ മലയാളത്തിൽ നിന്ന് വരുന്ന വേറൊരു പടമാണ് വാഴ. അസീസ് നെടുമങ്ങാട്, സിജു സണ്ണി, ജോമോൻ ഇവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്ന മറ്റൊരു എന്റർടൈനർ എന്നുള്ള ഗണത്തിൽ പെടുത്താവുന്ന ഒരു പടം തന്നെയാണ് വാഴ. ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഈ പടത്തിൽ ഒരുമിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഹാഷർ, അതുപോലെ തന്നെ സാബ് ബോയ്, ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻസ്റ്റാഗ്രാം യൂട്യൂബേഴ്സ് ഒക്കെ ഒരുമിച്ച് വരുന്ന ഒരു പടം കൂടിയാണ് വാഴ എന്ന് പറയുന്നത്. എന്തായാലും ഒരു കോമഡി എന്റർടൈനർ തന്നെ ആയിരിക്കും. സാധാരണ നമ്മൾ കാണുന്ന പോലെ റിലീസ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇത്രയാണ് മലയാളത്തിൽ മെയിൻ ആയിട്ടുള്ള റിലീസസ് എന്ന് പറയുന്നത്. അതിനുശേഷം ഏതെങ്കിലുമൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കട്ടെ, ബാക്കിയുള്ളവരെന്ന് പറഞ്ഞോട്ടെ. നെക്സ്റ്റ് ഹോളിവുഡിലേക്ക് പോകാം. നമുക്ക് ഇംഗ്ലീഷ് പടങ്ങളുടെ റിലീസ് ഏതൊക്കെയാണുള്ളത് നോക്കാം. വലിയ രീതിയിൽ പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്ന പടങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. ഞാൻ ഈ പറയുന്ന പടങ്ങളൊക്കെ അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പടങ്ങളാവാനാണ് ചാൻസ്. പക്ഷെ എന്നാലും പറയാതിരിക്കാൻ വയ്യല്ലോ. എന്തായാലും നമുക്ക് നോക്കാം. ഓഗസ്റ്റ് 9-ന് ഇറ്റ് എൻഡ്സ് വിത്ത് അസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പടം വരുന്നുണ്ട്. ബ്ലേക്ക് ലൈവ്ലിയാണ് നായിക. ബ്ലേക്ക് ലൈവ്ലി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. റയൻ റൊണാൾഡ്സിന്റെ പാർട്ണർ ആയിട്ടുള്ള ബ്ലേക്ക്, പുള്ളിക്കാരി മെയിൻ ക്യാരക്ടറായിട്ട് വരുന്ന ഒരു പടമാണ് ഇറ്റ് എൻഡ്സ് വിത്ത് അസ്. സോണി പിക്ചേഴ്സ് ആണ് റിലീസ് ചെയ്യുന്നത്. ഇതേ പേരിലുള്ള ഒരു നോവലിന്റെ സിനിമ ആവിഷ്കാരമാണ് പടം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 9-ന് തന്നെ ആപ്പിൾ ടിവിയിൽ ഒരു സിനിമ വരുന്നുണ്ട്, ഇൻസ്റ്റിഗേറ്റേഴ്സ്. മാറ്റ് ഡേമൺ, പോൾ വാൾട്ടർ, ആൽഫ്രഡ് മൊലീന എന്നിവർ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്ന ഒരു പടമാണ്. ആപ്പിൾ ടിവിന്റെ പ്രൊഡക്ഷനിൽ വരുന്നത് കൊണ്ട് തന്നെ പടത്തിൽ ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടാവുന്നതാണ് എനിക്ക് പ്രതീക്ഷ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. കാരണം ആപ്പിൾ ടിവിയുടെ മുമ്പ് ഇറങ്ങിയിട്ടുള്ള സീരീസ് ആയാലും സിനിമകളായാലും ഒരു മിനിമം ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു മിനിമം എക്സ്പെക്ടേഷൻസ് അവരെ മീറ്റ് ചെയ്തിട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓഗസ്റ്റ് 14-ന് നെറ്റ്ഫ്ലിക്സിൽ ഒരു ഡോക്യുമെന്ററി വരുന്നുണ്ട്, ഡോട്ടേഴ്സ്. ഓഗസ്റ്റ് 15-ന് അഡ്വഞ്ചർ കോമഡി ജോണറിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പടം വരുന്നുണ്ട്, ഹെറോൾഡ് ആൻഡ് ദി പേർപ്പിൾ ക്രയോൺ. സാക്കറി ലെവി ലീഡ് റോളിൽ വരുന്ന ഒരു സിനിമയാണ് ഹെറോൾഡ് ആൻഡ് ദി പേർപ്പിൾ ക്രയോൺ. സാക്കറി ലെവി എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല, പക്ഷെ ഷസാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. യെസ്, പുള്ളി തന്നെ മെയിൻ ലീഡ് വരുന്ന ഒരു പടമാണ് ഈ ഹെറോൾഡ് ആൻഡ് പേർപ്പിൾ ക്രയോൺ എന്ന് പറയുന്നത്. അതൊരു അഡ്വഞ്ചർ കോമഡി പടം എന്നുള്ള ജോണറിലാണ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. 16th ഓഗസ്റ്റിൽ നെറ്റ്ഫ്ലിക്സിൽ വേറൊരു പടം റിലീസ് ഉണ്ട്, ദ യൂണിയൻ. മാർക്ക് വാൽബർഗ്, ഹാലെ ബെറി എന്നിവർ ലീഡ് റോളിൽ വരുന്ന ഒരു ആക്ഷൻ ത്രില്ലർ പടമാണ് യൂണിയൻ. അത് കഴിഞ്ഞ് ഈ ഓഗസ്റ്റ് മാസത്തിൽ ഹോളിവുഡിൽ നിന്ന് മെയിൻലി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പടം എന്ന് പറയുന്നത് ഏലിയൻ ആണ്. ഏലിയൻ റോമ്യുലസ്.
ഏലിയൻസ് ഫ്രാഞ്ചൈസിയിലെ 7ാമത്തെ സിനിമയായിട്ടാണ് ഏലിയൻ റോമ്യുലസ് ഓഗസ്റ്റ് 23 റിലീസിന് ഒരുങ്ങുന്നത്. 1979-നും 1986-ലും ഇറങ്ങിയിട്ടുള്ള ഏലിയൻ സിനിമയ്ക്ക് ഇടയിൽ നടക്കുന്ന സംഭവമായിട്ടാണ് ഇതിന്റെ കഥ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ അടുത്ത് നടന്നിട്ടുള്ള സാന്റിയാഗോ കോമിക് കോൺ, അതായത് SGCCയിലൊക്കെ ഇതിന്റെ പ്രൊമോഷൻ ഭയങ്കര ചർച്ചാ വിഷയങ്ങളായിരുന്നു. നമ്മൾ ഈ പോസ്റ്ററിൽ കാണുന്ന ഇതേ ഒരു കോസ്റ്റ്യൂമും ഇതേ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു അന്ന് അവർ കോമിക് കോണിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞ് ഓഗസ്റ്റ് 23-ന് ബ്ലിങ്ക് ട്വൈസ്, ഓഗസ്റ്റ് 30-ന് അഫ്രൈഡ് ആൻഡ് ക്രേവൻ ദ ഹണ്ടർ എന്നീ സിനിമകളും കൂടി ഉണ്ട്. ഇത്രയാണ് ഹോളിവുഡിൽ നിന്ന് വരുന്ന മെയിൻ റിലീസസ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന പടം ഏതാണെന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കാം. ആൻഡ് നമുക്കിനി തമിഴിലേക്ക് പോവാം. തമിഴിലേക്ക് പോയി കഴിഞ്ഞാൽ മെയിൻലി തമിഴ് സിനിമ എന്ന് മാത്രമല്ല, ഒരു സൗത്ത് ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ഒരു പടമാണ് ഓഗസ്റ്റ് 15-ന് റിലീസ് ആവുന്ന ചിയാൻ വിക്രത്തിന്റെ തങ്കലാൻ. പാരഞ്ജിത്തിന്റെ ഡയറക്ഷനിലെ വിക്രം, മാളവിക മോഹൻ, അതുപോലെ തന്നെ പാർവതി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഒരു പീരിയോഡിക് ആക്ഷൻ ഡ്രാമ സിനിമയാണ് തങ്കലാൻ. GV പ്രകാശാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഓഡിയോ ലോഞ്ച് ഒക്കെ ഈ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പടം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും തിയേറ്ററിൽ നിന്ന് കിട്ടുക എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ എക്സ്പെക്ടേഷൻ, അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു 100% തിയേറ്റർ മെറ്റീരിയൽ ആയിട്ടൊരു പടമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. കാരണം അതൊരു കൊമേഴ്ഷ്യൽ എന്റർടൈനർ അല്ലെങ്കിൽ ഒരു ആ ഒരു ജോണറിൽ നമുക്ക് ഉൾപ്പെടാൻ പറ്റുന്ന ഒരു സിനിമയല്ല. കാരണം അതിന്റെ കഥ എന്ന് പറയുന്നത് അത്രയും വർഷങ്ങൾക്ക് മുന്നേ കോളാർ ഗോൾഡ് ഫീൽഡ്സിൽ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് കാണിക്കുന്നത്. അത്രയും വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ഗോത്രം എന്നുള്ള രീതിയിലാണ് അതിന്റെ കഥ പറഞ്ഞു വന്നത്. അവർക്കിടയിൽ പറ്റുന്ന സംഭവങ്ങളും പ്രശ്നങ്ങളും യുദ്ധങ്ങളും വാറുകളും ഒക്കെയാണ് വരുന്നത്. അപ്പം ഒരു എവറി വൺസ് കപ്പ് ഓഫ് ടീ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് പോയി കാണാൻ പറ്റുന്ന പടം തന്നെയായിരിക്കും തങ്കലാൻ. എന്നാലും ഞാൻ എന്തായാലും പ്രതീക്ഷ അർപ്പിക്കുന്ന പടത്തിൽ നമുക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഓഗസ്റ്റ് 15-ന് തന്നെ തമിഴിൽ ഡിമോണ്ടെ കോളനിയുടെ സെക്കൻഡ് പാർട്ട് റിലീസ് ആവുന്നുണ്ട്. 2015-ൽ ഇറങ്ങിയിട്ടുള്ള സിനിമയുടെ സീക്വലായിട്ടാണ് ഡിമോണ്ടെ കോളനി 2 വരുന്നത്. ഹിന്ദിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ഒരു പടം റിലീസ് ഉണ്ട്. അതും ഓഗസ്റ്റ് 15-ന് തന്നെയാണ്, സ്ത്രീ 2. 2018-ലാണ് സ്ത്രീയുടെ ഫസ്റ്റ് പാർട്ട് റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ബേഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേറൊരു പടം വന്നു. അതിനുശേഷം കഴിഞ്ഞ മാസം 2 മാസം മുന്നേ മൂഞ്ചിയ എന്ന് പറഞ്ഞിട്ട് വേറെ പടം വന്നു. ഇതൊക്കെ ഇതേ ഒരു യൂണിവേഴ്സിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പടമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിലീസ് ആയിട്ട് വരുന്നതാണ് സ്ത്രീ 2 എന്ന് പറയുന്നത്. അത്ര എക്സ്പെക്ടേഷൻസ് ആണ് സിനിമയ്ക്കുള്ളത്. നമുക്ക് പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധാ കപൂറിന്റെ കൂടെ തമന്നയും ഐറ്റം ഡാൻസ് അടക്കമുണ്ട്. പാട്ടുകളൊക്കെ അത്രയും ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്രയും എക്സ്പെക്ടേഷൻസിൽ നിൽക്കുന്ന ഒരു പടമാണ്. ഞാൻ എന്തായാലും പേഴ്സണലി തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പടം കൂടിയാണ് സ്ത്രീ. കാരണം അതിന്റെ 1ാം ഭാഗം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഹൊറർ കോമഡി ജോണറിൽ വരുന്നൊരു പടമാണ്. നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പടമാണ്. പക്ഷേ സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് അവരെ സ്കെയില് കൂട്ടിയിട്ടുണ്ട്. അതായത് കുറച്ചും കൂടി വലിയ സ്കെയിലാണ് പടം ചെയ്തിരിക്കുന്നത്. അതിലേക്ക് അനാവശ്യമായിട്ട് ഐറ്റം ഡാൻസുകളും ബാക്കി ബോളിവുഡിലെ മെയിൻ സംഭവങ്ങളൊക്കെ, അതായത് ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ അനാവശ്യമായിട്ട് ഇൻജെക്ട് ചെയ്തിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. നമ്മൾ 1ാം ഭാഗം കാണുന്ന പോലെ അത്ര ചിലപ്പോൾ ഗ്രൗണ്ടഡ് ആയിരിക്കില്ല പടം. കുറച്ചൊരു ലാർജ് സ്കെയിലിൽ വരുന്ന പടം എന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും ഓഗസ്റ്റ് 15-ആണ് റിലീസ്. എന്തായാലും പോയി കാണും. ഓഗസ്റ്റ് 15-ന് തന്നെ ജോൺ അബ്രഹാം നായകനാകുന്ന വേദ എന്ന് പറഞ്ഞുള്ള ഒരു പടം വരുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് ആക്ഷൻ ഡ്രാമ എന്നുള്ള ഒരു ജോണറിലാണ് ഈ പടത്തിന്റെ എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത്. തെലുങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഓഗസ്റ്റ് 15-ന് 2 മെയിൻ പടങ്ങളാണ് റിലീസ് ഉള്ളത്. ഡബിൾ ഇസ്മാർട്ടും അതുപോലെ തന്നെ രവി തേജയുടെ മിസ്റ്റർ ബച്ചനും. ഇത്രയും പടങ്ങളാണ് ഓഗസ്റ്റ് മാസത്തിൽ മെയിൻ ആയിട്ടുള്ള റിലീസ് ഡേ. ഇതിൽ ഏതൊക്കെയെങ്കിലൊക്കെ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ പടങ്ങൾ കാണാനാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുള്ളതും കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.